ആം ആദ്മിയുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്ന അതിഷി മർലേന കൽക്കാജി മണ്ഡലത്തിൽ 3500-ലേറെ വോട്ടുകൾക്ക് വിജയിച്ചു. അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ സൗരവ് ഭരദ്വജും മനീഷ് സിസോദിയുമൊക്കെ പൊട്ടിത്തകർന്നപ്പോൾ കൽക്കാജി മണ്ഡലത്തിൽ നിന്നുള്ള അവിശ്വസനീയമായ ജയം അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് അതിഷി മർലേന അവരുടെ വിജയാഹ്ലാദ പ്രകടനത്തിലൂടെ വ്യക്തമാകുന്നത്. തൻ്റെ പാർട്ടി തോറ്റു തൊപ്പിയിട്ടിട്ടും പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പൊട്ടിപ്പാളീസായിട്ടും അവർ ആഘോഷത്തിന് ഒട്ടും കുറവ് വരുത്തിയില്ല. അവരുടെ വിജയപ്രകടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ അവരുടെ നിയോജക മണ്ഡലത്തിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ജനങ്ങൾ വിസ്മയിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം BJP 48 സീറ്റ് നേടി ഏറ്റവും വലിയ വിജയം ആഘോഷിക്കുന്ന സമയത്തും അതിഷിയുടെ ഈ തരത്തിലുള്ള പ്രകടനത്തെ ചെറുതായി കണക്കാക്കാൻ കഴിയുകയില്ല. അതിഷി മർലേന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ തന്നെ സ്വാതി മാലിവാൾ അടക്കമുള്ള ആം ആദ്മിയുടെ പ്രമുഖ നേതാക്കൾ പറഞ്ഞത് ഇവർ പാർട്ടിയെ കുളം തോണ്ടും, ഇവർ ഹൈജാക്ക് ചെയ്യും, കെജ്രിവാൾ സൂക്ഷിച്ചിരുന്നോളൂ എന്നത് തന്നെയാണ്. എന്നാൽ ആ പറഞ്ഞ വാക്ക് അന്വർത്ഥമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കെജ്രിവാൾ തോറ്റാലെന്ത്, സിസോദിയ തോറ്റാലെന്ത്, സതീന്ദ്ര ജെയിൻ തോറ്റാലെന്ത്, അതൊന്നും അതിഷി മർലേനയ്ക്ക് ഒരു വിഷയമേ അല്ല. കൽക്കാജി മണ്ഡലത്തിൽ നിന്നുള്ള വിജയം ഇനി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി 5 കൊല്ലത്തോളം ഇരിക്കാം. ജയിച്ചിരുന്നെങ്കിൽ കൂടിപ്പോയാൽ ഒരു മന്ത്രി, മുഖ്യമന്ത്രി സ്ഥാനത്ത് വീണ്ടും കെജ്രിവാൾ തന്നെ എത്തിയനെ എന്നുള്ളത് കൃത്യമായി അതിഷിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആം ആദ്മി തോറ്റത് തന്നെയാണ് അതിഷിയുടെ ഭാവിക്ക് നല്ലത് എന്ന കണക്കൂട്ടലിലാണ് അവർ. സ്വന്തം പാർട്ടി തോറ്റതിൽ ഇത്രയേറെ സന്തോഷിക്കാൻ എന്താണ് കാരണമെന്ന് BJPക്കാർ അതിഷിയോട് ചോദിക്കുന്ന സോഷ്യൽ മീഡിയ ട്രോളുകൾ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു, ആം ആദ്മി ഡൽഹി ഘടകം ഛിന്ന ഭിന്നമായി തകർന്നിരിക്കുകയാണ്. കെജ്രിവാളിന് ഒരു രീതിയിലുള്ള വിലയും കൽപ്പിക്കുന്നില്ല. ആം ആദ്മി പല രീതിയിൽ പല കോണുകളിലായി തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. പഞ്ചാബ് ഘടകത്തിലും വിള്ളൽ വീണിരിക്കുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആം ആദ്മി വളരെ വൈകാതെ തന്നെ പിരിച്ചു വിടേണ്ടി വരും എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടി നേതാക്കൾ പറയുന്നത്. ഒമർ അബ്ദുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന സമയത്ത് തന്നെ പറഞ്ഞ ഒരു കാര്യം അന്വർത്ഥമാണ്. തമ്മിൽ അടികൂടിക്കൊണ്ടിരുന്നോളൂ, BJP എല്ലാ മുതലെടുപ്പും നടത്തിക്കോട്ടെ അല്ലേ എന്നാണ് ഒമർ അബ്ദുള്ള ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം നടത്തിയത്. മാത്രമല്ല സഞ്ജയ് റാവത്ത് അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് എല്ലാ രീതിയിലുള്ള പരസ്പര വൈര്യവും മറന്ന് ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിലേക്ക് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എത്തിച്ചേരേണ്ടതായുണ്ട്. എല്ലായിടത്തും കോൺഗ്രസ്സിന് ചെന്നെത്താൻ കഴിയണമെന്നില്ല. കോൺഗ്രസ്സിന് അവരുടേതായ ശക്തി കേന്ദ്രങ്ങളുണ്ട്, അവർക്ക് ഇന്ത്യ മുഴുവനായി സ്വീകാര്യതയുണ്ട്. എന്നാൽ പ്രാദേശിക പാർട്ടികളുമായി സഖ്യത്തിലെത്തേണ്ടത് കോൺഗ്രസിൻ്റെ അല്ല, രാജ്യത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ മൊത്തത്തിലുള്ള ആവശ്യകതയാണെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു.